കാര്യസ്ഥനിലെ പുത്തേടത്തും കിഴക്കിടത്തും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതെ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും നമ്മുടെ തലച്ചോറും. നമ്മുടെ ബ്രെയിൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും രണ്ടായി തരംതിരിക്കാം. ലെഫ്റ്റ് ബ്രെയിൻ ലെഫ്റ്റ് ഹെമിസ്ഫിയർ, റൈറ്റ് ബ്രെയിൻ റൈറ്റ് ഹെമിസ്ഫിയർ. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് കോർപ്പസ് കലോസം, ലൈക്ക് നമ്മുടെ കൃഷ്ണനുണ്ണി. ഈ കോർപ്പസ് കലോസമാണ് ഈ ബ്രെയിനിനെ ഒന്നിപ്പിച്ച് സിംഗിൾ സിസ്റ്റം ആക്കുന്നത്. എന്നാൽ ചില രോഗികളിൽ, എപ്പിലെപ്സി അപസ്മാര രോഗം ബാധിച്ച രോഗികളിൽ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ കോർപ്പസ് കലോസം കട്ട് ചെയ്ത് കളയേണ്ട അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയേണ്ട ആവശ്യം വരാറുണ്ട്. അതിനെ തുടർന്ന് അയാൾക്ക് സ്പ്ലിറ്റ് ബ്രെയിൻ സിൻഡ്രോം സംഭവിക്കുന്നു. നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റ് പാർട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ലോജിക്ക്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് പാർട്ടാണ്, റൈറ്റ് ബ്രെയിൻ ആണ് ഇമേജസ്, മുഖങ്ങൾ, ഫേസസ്, അതുപോലെ തന്നെ മറ്റ് ഇമോഷൻസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. കോർപ്പസ് കലോസം കട്ട് ചെയ്ത അവസ്ഥയിൽ ഇനി നമ്മുടെ ശരീരത്തിൽ തീരുമാനമെടുക്കുന്നത് ഒരൊറ്റ ബ്രെയിൻ അല്ല, രണ്ട് ബ്രെയിൻ ആണ്. കാരണം ഇവയ്ക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു കൈ കൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ നോക്കുമ്പോൾ മറ്റേ കൈ ബട്ടൺ അഴിക്കാൻ നോക്കുന്നു. ഒരു ഗ്ലാസ് ചായ ടേബിളിൽ നിന്ന് എടുക്കാൻ നോക്കിയാൽ മറ്റേ കൈ അത് തട്ടിമാറ്റും. നമ്മൾ വലത് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ ഇടത് ബ്രെയിനിലേക്കാണ് പോവുക, ഇടത് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾ വലത് ബ്രെയിനിലേക്കാണ് പോവുക. ഇപ്പോൾ ഈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ തന്റെ മുന്നിലുള്ള വസ്തുക്കൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാലും അതെന്താണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അയാൾക്ക് സംഭവിക്കും. കോർപ്പസ് കലോസം ഇല്ലാത്ത ബ്രെയിൻ കൃഷ്ണനുണ്ണി ഇല്ലാത്ത പുത്തേടത്തും കിഴക്കിടത്തും പോലെയാണ്.